പിന്നെ ഖീല യാ നൂഹു ഇഹ്ബിത് സലാമിൻ മിന്നാ, ഖീല യാ നൂഹു ഇഹ്ബിത് ബിസലാമിൻ മിന്നാ, നൂഹേ ഇഹ്ബിത് ബിസലാമിൻ മിന്നാ, കപ്പലിൽ നിന്നുകൊണ്ട് രക്ഷയോടുകൂടി നീ ഇറങ്ങുക. യാ നൂഹ്, അതേ പ്രകാരം ഇങ്ങനെ തുടങ്ങിയിട്ട് യാ ഇബ്രാഹിം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ അഭിസംബോധനം ചെയ്തത്, അവരെ വിളിച്ചത് അവരുടെ പേര് കൊണ്ടാണെങ്കിൽ, അല്ലാഹു തആല നമ്മുടെ പ്രവാചകൻ നമ്മുടെ കരളിന്റെ കഷ്ടമായ അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും തന്നെ പൂർണ്ണ മുഅ്മിനാവുകയില്ല എത്ര വരെ താകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവന്റെ ബാപ്പ, അവന്റെ കുട്ടി, അവന്റെ ഭാര്യ, ബാക്കിയുള്ള സകല ജനങ്ങളുണ്ടല്ലോ, ദുനിയാവെന്ന് നീ കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ നിനക്ക് പണം തന്ന് സഹായിച്ച നിന്റെ അയൽവാസി ഉണ്ടല്ലോ, അവനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടവൻ അള്ളാഹുവിന്റെ ഹബീബായ ഞാനാകുന്നത് വരെ നിങ്ങൾ എന്താകൂല, പൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് പറഞ്ഞതായ നമ്മുടെ അഭിമാനമായ നരകത്തിൽ നിന്നുകൊണ്ട് നമ്മളെ പിടിച്ച് ഊരക്ക് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയതായ പ്രവാചകന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന വാക്കം നോക്കി. യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസിർ, യാ അയ്യുഹൽ മുസമ്മിൽ, മൂടിയ പ്രവാചകരെ, യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസിർ. നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ഇതിനെ സഹകരിക്കണം. ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിൽ ഇഷ്ക് വെക്കണമെങ്കിൽ, പ്രിയം വെക്കണമെങ്കിൽ 4 കാര്യം വിശദീകരിക്കുന്നില്ല, സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട്. 4 കാര്യം. ഒന്ന് ജമാൽ, ഏറ്റവും വലിയ സൗന്ദര്യം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്നുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക്, 1 മാസത്തെ വൈദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ الذي باركنا حوله تريت من حرام ليلا إلى حرم كما سر البدر في داج من الظلم فبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي وقدمتك جميع الأنبياء بهم والرسل تقديم مخدوم على خدم وأنت تخترق سبع الطباق بهم. 7 ആകാശം തുറന്ന് നബിയെ നിങ്ങൾ അങ്ങ് കയറിപ്പോയി. ആ പ്രവാചകൻ തന്റെ ഇസ്രായിന്റെ യാത്രയിൽ, മിറാജിന്റെ യാത്രയിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശ ലോകത്ത് വെച്ച് കണ്ടുമുട്ടുകയാ. അപ്പൊ പ്രവാചകൻ പറയുന്നുണ്ട്, ലോകത്തുള്ള സൗന്ദര്യത്തിന്റെ പകുതി സൗന്ദര്യം കൊടുത്തത് യൂസുഫാണ്. ഏത് യൂസുഫ്? സുലൈഖാ ബീവി ആകൃഷ്ടയായ, മിസ്രിലെ പെണ്ണുങ്ങൾ ആകൃഷ്ടയായ യൂസുഫ്. എന്തുകൊണ്ട് പ്രവാചകന് മുഴുവൻ സൗന്ദര്യം, ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യം നൽകപ്പെട്ട പ്രവാചകൻ എന്തുകൊണ്ട് അറബി പെണ്ണുങ്ങൾ പ്രവാചകനിൽ ആകൃഷ്ടയായില്ല? ആ സൗന്ദര്യത്തിന് ഒരു രക്ഷാ കവചം കൊണ്ട് മറക്കപ്പെട്ടു. അതാ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കില്ല. ഒന്ന് ജമാൽ, രണ്ടാമത് ഭംഗി. ഭംഗി ഉണ്ടായാലും ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വെക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പ്രവാചകൻ. ഇത് കമാൽ, ഏറ്റവും പരിപൂർണത, ശക്തി. ഒരു മനുഷ്യൻ 30 മനുഷ്യനുള്ളതായ ഒരു ശക്തി പ്രവാചകന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്വഹീഹായ ഹദീസിലൂടെ. മാത്രമല്ല മറ്റൊരു വാക്കുണ്ട്, നുസിറുത്തു ബിർറുബി, നുസിറുത്തു ബിശഹരി കദാ വകദാ. 1 മാസത്തെ വൈദൂരം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു. ശത്രുക്കൾക്ക് 1 മാസം സഞ്ചരിച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇവിടുന്ന് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 1 മാസമാണ് സങ്കല്പിക്കുക, അല്ലെങ്കിൽ 2 ദിവസമാണ്. എന്നാൽ ബോംബെയിൽ എത്തുമ്പോൾ തന്നെ ഇന്ന നാട്ടിൽ മുഹമ്മദ് ഉണ്ട്, എഗരൂരിൽ മുഹമ്മദ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുഹമ്മദുള്ള പ്രവാചകനുള്ള അടുക്കേക്ക് പോവാൻ ആ ശത്രുക്കൾക്ക് ധൈര്യം വരൂല. അത്രമാത്രം കമാലിയത്തുള്ള മനുഷ്യൻ. പിന്നെ ഇഹ്സാൻ, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാം. 3ാമത്തെ കാര്യം. 4 കാര്യമാണ് ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം വെക്കാനുള്ളത്. ഞാൻ ഒന്നും വിശദീകരിക്കില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഹോദരൻ ബുജൈർ, ഇവർ രണ്ടാളും അറബികളിലെ പ്രസിദ്ധരായ കവികളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും ഇവർ രണ്ടാളുടെ പിതാവ് ഇവരെക്കാൾ പ്രസിദ്ധമാക്കപ്പെട്ട കവിയായിരുന്നു. ഏതായിരുന്നാലും ബുജൈർ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ ബുജൈർ ഇസ്ലാം മതം സ്വീകരിച്ചെന്നുള്ള വിവരം അറിഞ്ഞപ്പോ കഅബ് ബിൻ
സുഹൈർ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരനെ ഒന്നും കൂടെ പ്രവാചകനെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ളതായ കത്തയച്ചു, കവിത വായിച്ചു. ഇത് പ്രവാചകനോട് ബുജൈർ പറഞ്ഞ സന്ദർഭത്തിൽ ആരെങ്കിലും കഅബിനെ നിങ്ങൾ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയാൽ അവനെ നിങ്ങൾ കൊല്ലണേ, കഅബിനെ എവിടെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ കൊന്നോളി. അപ്പൊ ബുജൈർ, ഞാൻ ചുരുക്കുക, ബുജൈർ എന്ന് പറയുന്ന സഹാബി തന്റെ സഹോദരന് കത്തയച്ചു, അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വരണം. പ്രച്ഛന്ന, നമുക്കറിയുന്ന ചരിത്രം. ഏതായിരുന്നാലും പ്രച്ഛന്ന വേഷനായിക്കൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് ആ പ്രവാചകന്റെ തിരുസവിധത്തിൽ വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളെ കണ്ടാൽ കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച നിങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെക്കുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ കവിതയിലൂടെ നിങ്ങൾ ഉപദ്രവിച്ച സാക്ഷാൽ കഅബ് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഞാൻ സ്വീകരിക്കും, ഒരു പ്രശ്നവുമില്ല. എന്നാൽ പ്രവാചകരെ, ഞാനാണ് ഈ കഅബ്. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ സഹാബത്തെ കിറാം പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കൊന്ന് ഒഴിവാക്കി തരി. അഖ്തുലുഹു ഉനഖഹു, അവന്റെ പിരടി ഞാൻ വെട്ടിക്കോളാം. അദ്രിബുഹു ഉനഖഹു, അവന്റെ പിരടി ഞാൻ വെട്ടിക്കോളാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഖനതു സുഅദ് എന്ന് പറയുന്ന വളരെ വിശാലമായൊരു കവിത ചൊല്ലുകയാണ്. പാടിപ്പാടിന്ന റസൂല ലസൈം ഫയുസ്തവാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. പ്രവാചകരെ, അങ്ങ് ഇന്ത്യൻ നിർമ്മിതിയുള്ളതായ കത്തിജ്വലിക്കുന്ന പ്രകാശം കൊണ്ടുള്ളതായ വാള. ഇത് പാടിയപ്പോ തന്റെ മേനിയിലുണ്ട്, കഅബാഞ്ഞി പാടല്ല, ഇത് ശിർക്കാണെന്ന് ചെയ്യുന്നതല്ല, തന്റെ മേനിയിലുണ്ടായിരുന്ന പച്ച പുതപ്പെടുത്തിട്ട് കഅബിന്റെ മുകളിലേക്ക് വിരിച്ചു കൊടുത്തിട്ട് പ്രവാചകൻ ആശ്ലേഷിച്ചു. മാത്രമല്ല, മുആവിയ റളിയല്ലാഹു അൻഹു ഈ പുതുപ്പ് വാങ്ങാൻ വേണ്ടി 10,000 ദിർഹമുമായിട്ട് മൂപ്പരെടുത്ത് പോയി. കഅബ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഈ വസ്ത്രത്തിന്, റസൂലിന്റെ വസ്ത്രം ഞാൻ ആർക്കും കൊടുക്കൂല. കഅബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ 20,000 ദിർഹം കൊടുത്തയച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം 30,000 ദിർഹം കൊടുത്തയച്ചിട്ട് പ്രവാചകൻ കഅബ് റളിയല്ലാഹു അൻഹുവിനക്ക് സ്തുതി കീർത്തനം പാടിയപ്പോ കൊടുത്തതായ പൊതുപ്പ് കൈവശപ്പെടുത്തി. പോവട്ടെ, ഈ പ്രവാചകൻ കടന്നു വന്നതായൊരു നൂറ്റാണ്ടുണ്ട്, 6-ാം നൂറ്റാണ്ട്. ഏതായിരുന്നു ആ മനുഷ്യന്മാർ? നൂറ്റാണ്ടുകളോളം ഈ ലോകത്ത് ദഅവത്ത് നടത്തിയിട്ട് 1-2 അണികളെ കിട്ടിയ പ്രവാചകന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഭാര്യയും കൻആൻ എന്ന് പറയുന്ന മകന് പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. 3 മക്കളാണ്ടായിരുന്നത്. നമ്മളൊക്കെ പരമ്പര പോകുന്നത്, നമ്മളൊക്കെ ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ പരമ്പര ചെന്നെത്തുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്നിട്ട് ആദം നബിക്ക് പോകും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഏതായിരുന്നാലും ഈ പ്രവാചകൻ കടന്നു വന്നപ്പോ അറബ് ലോകം മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, അതല്ലെങ്കിൽ സ്ത്രീത്വത്തിന്റെ പിടിയിൽ അകപ്പെട്ടൊരു സമൂഹത്തെ വെറും തുച്ഛമായ 23 വർഷങ്ങളെ കൊണ്ട് മദ്യങ്ങളെക്കാട്ട് കടപുഴങ്ങാൻ തുടങ്ങി. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്, അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ അറബ് ലോകത്ത് അത്രമാത്രം ഒരു അത്ഭുതമുണ്ടായിരുന്ന മറ്റൊന്നുണ്ടായിരുന്നില്ല. ഇദാമിത്തു ഫദ്ഫിന്നി അലാ ജംബി കിർമതി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖഹാ ഫലാ തദ്ഫനന്നി ഫീ ഫലാത്തിൻ ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹ. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ മരിച്ചിട്ടാണെങ്കിൽ എന്റെ ഖബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിവള്ളി കുഴിച്ചിടണം. നിങ്ങൾ കുഴിച്ചിടൂല എന്നാണ് എനിക്ക് ബേജാറ്. കാരണം എന്തേ, എനിക്ക് മദ്യം കിട്ടണം, എനിക്ക് മദ്യം മരിച്ചു കഴിഞ്ഞാലും കിട്ടണം, അതാണ് എന്റെ ബേജാറ് എന്ന് പാടിയിരുന്നതായ അറബി സമൂഹത്തിലേക്ക് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു. നിങ്ങളത് പേടിയാണ്. ഒറ്റ വാക്ക് കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം മദ്യത്തിനാണ് വിരോധിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഏത് മേഖല എടുത്തു നോക്കിയാലും ഇന്ന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മനുഷ്യൻ ഇസ്ലാമിലേക്ക് മടങ്ങുക. മുസ്ലിം പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ. നമ്മുടെ ശരീരം, നമ്മുടെ ആയുസ് ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കണം. ഈ പ്രവാചകന്റെ സ്തുതി, ഈ പ്രവാചകന്റെ ജന്മദിനം നമ്മുടെ ആയുസിൽ നിന്നുകൊണ്ട് 40 വട്ടം കടന്നു പോകുമ്പോ, അതല്ലെങ്കിൽ ഒരു 55 വയസ്സുകാരന്റെ ജീവിതത്തിൽ 55 പ്രാവശ്യം കടന്നു പോകുമ്പോ, ഒരു റബീഉൽ അവ്വലിൽ കൊച്ചു കുട്ടികളുടെ പ്രസംഗത്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവണം.
എന്നാൽ നമ്മൾ ധന്യമായി. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ, ഞങ്ങൾ കൂടിയതും പിരിച്ചിലുമെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന് സഹകരിച്ച എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ. ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വാക്യത്തിൽ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബീവി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദൂറാനി യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി അംബിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബീവി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി ായ പൂമേനി പലമതു കാട്ടി തിരുമേനി സ്വർഗപ്പൂവിൻ മണമാണേ സ്വർഗത്തെ നിന്ദുതിയാണേ യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി തിങ്കളായ പൂവോരെ പൂന്തേനായ നബിയോരെ തിങ്കളെങ്കും വിധിയോരെ കനിവ് പകരും നബിയോരെ യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി അംബിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബീവി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി അംബിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബീവി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ ദഹ്റൻ ദഹ്റാനി അസദുലില്ലാഹി റളിയല്ലാഹ് ചാടി അസ്വദ് അവിടുന്ന് മാറേടാ ഹൗലി നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ അസദുലില്ലാഹി റളിയല്ലാഹ് ചാടി അസ്വദ് അവിടുന്ന് മാറേടാ നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ ഇടയുന്ന പടവാളും ഇടിപൊടി പൊരുതി പടർക്കാളം അടിപൊടി കയറി അടരാടും അസുവത് ഒരു വെട്ടൽ കുതിരി കോടി മാറിഞ്ഞല്ലോ ചാടി പുലി ഹംസ മാറിന്തല്ലോ വസുദുലില്ലാഹി
ചാടി അസുവത് അവിടുന്ന് മാറേടാ അസുഹബറൗലി മാറേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ ഉത്ബത്തും ശൈബത്തും നബിയോരെ എതിർത്തു ഉടനടി അലി ഹംസ ഒരു കുത്ത് കൊടുത്തു ഒരു വെട്ടി പുലി ഹംസ കൊടുത്തപ്പോൾ കാടുന്നു ഉത്ബത്തും ശൈബത്തും വലീരും മാറിഞ്ഞല്ലോ നേരായ മാർഗം തെളിഞ്ഞല്ലോ അസദുലില്ലാഹി റളിയല്ലാഹു ചാടി അസ്വദ് അവിടുന്ന് മാറേടാ അസ്വദ് മാറേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ ഇടതടവില്ല വിട്ട് ബദർപട പൊരുതി അടിപൊടി തകർക്കുവാൻ പടി കയറി ഇടയാലെ വാളുകൾ തൊടി തൊടി പൊരുതി അല്ലാഹു എന്ന് പറയണം ആക്കൽ നബിയുടെ ദീൻ വളരണം അസദുലില്ലാഹി റളിയല്ലാഹു ചാടി അസ്വദ് അവിടുന്ന് മാറേടാ അസ്ഹബറൗലി മാറേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ അസദുലില്ലാഹി റളിയല്ലാഹു ചാടി അസ്വദ് അവിടുന്ന് മാറേടാ അസ്ഹബറൗലി മാറേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ അഹദത്തിലയാലി പലിപ്പിലും അഗമിയും അലിപക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അലിമേ കലികുത്ത് ബദുരിനും ഖുർആനും അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അഹദത്തിലയാലി പലിപ്പിലും അഗമിയും അലിപക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അലിമേ കലികുത്ത് ബദുരിനും ഖുർആനും അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് ബഹറെ ഖുർആനിൻ പൊരുൾ മുതലടകിന പരിസക്കടൽ പുതി ബിസ്മില്ലാഹ് ബദറ പടപൊടു ഭവിനുവർ ബദിൻ മുതൽ തബ്തദി ബിസ്മില്ലാഹ് തബ്തദി ബിസ്മില്ലാഹ് ബഹുരെ തളകിയ മറുത്തവർ തറുത്തമൈ അളവേറ്റൊരു തിരു ബിസ്മില്ലാഹ് ബഹുരെ തുയുകിയൽ അഖിലവും കമറലെ തിരുമൊഴി ബിസ്മില്ലാഹ് തിരുമൊഴി ബിസ്മില്ലാഹ് പലിപ്പിലും അഗമിയും അലിപക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അലിമേ കലികുത്ത് ബദുരിനും ഖുർആനും അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് ബഹറ പുതുമത് വയസ്സുര നദികൾ ബഹറോ തലബ് ബിസ്മില്ലാഹ് ബാഹു തമമുറ റഹ്മാൻ റഹിമനി ഉബി തൗഫീഖ ദരുളല്ലാഹ് ഉബി തൗഫീഖ ദരുളല്ലാഹ് ജ്യോതി പ്രഭയുള്ള വളരുമൽ സലമത്തും സലമല റസൂലില്ലാഹ് നൂറെ തെളിവുള്ള സുമുഖ റസൂലിലെ ദുയെ പതി ത്വഹ നബിയുല്ലാഹ് ദുയെ പതി ത്വഹ നബിയുല്ലാഹ് അഹദത്തിലയാലി പലിപ്പിലും അഗമിയും അലിപക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അലിമേ കലികുത്ത് ബദുരിനും ഖുർആനിൻ അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അഹദത്തിലെ അലി പലിപ്പിലും അഗമിയും അലിപക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അലിമേ കലികുത്ത് ബദുരിനും ഖുർആനിൻ അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് അളവുറ്റാന ഗുരി ബിസ്മില്ലാഹ് കാരക്കത്തോട്ടങ്ങൾ ഇളങ്കാറ്റിലാടുന്നേ മക്ക മണൽ കാട്ടിൽ ഹാത്തിമുൻ നബി ഉദിച്ചേ പൂമാനത്ത് പൂത്ത കമർ പോലെ കാരക്കത്തോട്ടങ്ങൾ ഇളങ്കാറ്റിലാടും മക്ക മണൽ കാട്ടിൽ ഹാത്തിമുൻ നബി ഉദിച്ചേ പൂമാനത്ത് പൂത്ത കമർ പോലെ മിന്നും താരം കൂട്ടുമാല കെട്ടി വിണ്ണിലെ
മുന്തിരിക്കൻ വള്ളി പന്തലിട്ടോ മണ്ണിലേ മിന്നും താരം കൂട്ടുമാല കെട്ടി വിണ്ണിലേ മുന്തിരിക്കൻ വള്ളി പന്തലിട്ടു വിണ്ണിലേ ജന്നത്തുൽ ഫിർദൗസിൻ വാതിൽ തുറന്ന് മിന്നത്തഹൂറികൾ പാടി തുടങ്ങി ജന്നത്തുൽ ഫിർദൗസിൽ വാതിൽ തുറന്ന് മിന്നത്തഹൂറികൾ പാടി തുടങ്ങി ആറ്റക്കാനിയായ നൂറാറ്റൽ മുഹമ്മദിൻ പിറവി ഉദിച്ചപ്പോൾ അജബുകൾ കണ്ടു നിന്നെ അറബികൾ ആ പുണ്യ തിരുനാളിൽ കാരക്കത്തോട്ടങ്ങൾ ിലാടുന്ന മക്കാമണൽ കാട്ടിൽ പോലെ കൈസറിന്റെ കോട്ട കൊത്തളങ്കിലുങ്ങിയേ കണ്ടു നിന്ന കുബിരിയത്തിനുൾകിടുങ്ങിയേ കൈസറിന്റെ കോട്ട കൊത്തളം കിലുങ്ങിയേ കണ്ടു നിന്ന കുബിരിയത്തിനുൾകിടുങ്ങിയേ ബിംബങ്ങളൊക്കെയും വീണന്നുടഞ്ഞ് വമ്പൻ കുറേശീതൻ ഉള്ളം പിടഞ്ഞ് ബിംബങ്ങളൊക്കെയും വീണന്നുടഞ്ഞ് വമ്പൻ കുറേശികൾ വീണു പിടഞ്ഞ് സുൽത്താനുൽ അംബിയ സുമമായി വിരിഞ്ഞുള്ള റബിയുൽ അവൽ നാള് സുബ്ഹാന്റെ മെഹബൂബരായി വന്നല്ലോ സുരലോക പൂർണിങ്ങൾ കാരക്കത്തോട്ടങ്ങൾ ഇളങ്കാറ്റിലാടുന്ന മക്കാമണൽ കാട്ടിൽ ഹാത്തിമുൻ നബി ഉദിച്ചേ പൂമാനത്ത് പൂത്ത കമർ പോലെ കാരക്കത്തോട്ടങ്ങൾ ഇളങ്കാറ്റിലാടുന്ന മക്കാമണൽ കാട്ടിൽ ഹാത്തിമുൻ നബി ഉദിച്ചേ പൂമാനത്ത് പൂത്ത കമർ പോലെ രാവിനെന്തു ചന്തം പാരാകെ പൊൻസുഗന്ധം പൊങ്ങിടുന്നു ഗീതം മതിഹിന്റെ മന്ദഗാനം നിലാവഴി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിരിഞ്ഞല്ലോ ആനന്ദ തോപ്പിൽ നിലാവഴി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിരിഞ്ഞല്ലോ ആനന്ദ തോപ്പിൽ രാവിനെന്തു ചന്തം പാരാകെ പൊൻസുഗന്ധം പൊങ്ങിടുന്നു ഗീതം മതിഹിന്റെ മന്ദഗാനം നിലാവഴി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിരിഞ്ഞല്ലോ ആനന്ദ തോപ്പിൽ നിലാവഴി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിരിഞ്ഞല്ലോ ആനന്ദ തോപ്പിൽ മനത്തെ കത്തുന്ന അമ്പിളി പെണ്ണിനെ നെഞ്ചത് കണ്ടിലെ മുഞ്ചി മുത്തളിത്തങ്ങളെ മുത്തം കൊടുക്കുവാൻ ആവേശം കൊള്ളുന്ന നെഞ്ച് നെഞ്ച് രാവിനെന്തു ചന്തം പാരാകെ പൊൻസുഗന്ധം പൊങ്ങിടുന്നു ഗീതം മതിഹിന്റെ മന്ദഗാനം നിലാവളി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിടർന്നല്ലോ ആനന്ദ തോപ്പിൽ നിലാവളി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിടർന്നല്ലോ ആനന്ദ തോപ്പിൽ മനസ്സിൽ വിരിയുന്ന പൂമലരോ മധുരം നിറഞ്ഞുള്ള പൂങ്കനിയോ തിരതല്ലും മിസലിന്റെ തേൻബഹറോ തിരുമുറിയ സ്നേഹത്തിൻ പൂമയയോ കനന കപില പൊളിക്കുയിലിന്റെ ചേലത്തപ്പാട്ടിന്റെ മഞ്ച് പുണ്യമിലാതിന്റെ പൂർണ്ണമുക്തലിന്റെ മുഞ്ച് മഞ്ച് രാവിലെ ചന്തം പാരാകെ സുഗന്ധം കൊങ്ങിടുന്ന ഗീതം മതിഹിന്റെ മന്ദഗാനം നിലാവളി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിടർന്നല്ലോ ആനന്ദ തോപ്പിൽ നിലാവളി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിടർന്നല്ലോ ആനന്ദ തോപ്പിൽ നബി തങ്ങൾ ബദറിന്റെ പോരാളികൾ മറുഗീതം ബദറിന്റെ ഈരടികൾ ഫർഹാലെ വർണ്ണത്തിൻ തോരണങ്ങൾ പരിചേറും മീനാദിൻ ദർശനങ്ങൾ സന്ധിരപ്പൂവിന്റെ പൊന്നുകം കാണുവാൻ ഉള്ളിൽ കൊതിക്കുന്ന നെഞ്ച് മഞ്ചേരാവിനെന്തു ചന്തം പാരാകെ പൊൻസുഗന്ധം പൊങ്ങിടുന്നു ഗീതം മതിഹിന്റെ മന്ദഗാനം നിലാവളി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിടർന്നല്ലോ ആനന്ദ തോപ്പിൽ നിലാവളി പരന്നല്ലോ നറുകിൽ നിശാഗന്ധി വിടർന്നല്ലോ ആനന്ദ തോപ്പിൽ രാവിലെന്തു ചന്തം പാരാകെ പൊൻസുഗന്ധം പൊങ്ങിടുന്നു ഗീതം മതിഹിന്റെ മന്ദഗാനം മധുവേറിടും മഹനീയമാം വാസതി തന്നിൽ മല്ലിക മണം വീശിടും മലർവാടിയാം ദരേഗ തന്നിൽ മാനസം മധുവേറിടും
മടവൂര് തീയം ദർഗ തന്നെ മല്ലിക മണം വീശിടും മലർവാടിയാം ദർഗ തന്നെ മാനവർ മാനോകരിൽ മനഃശാന്തി തേടി വരുന്നു നിത്യം മഞ്ജുളർ മറവായിടും മഹനീയമായ ഭഗവതി തന്നിൽ എത്രയെത്ര അത്ഭുതങ്ങൾ എണ്ണി ചൊല്ലിടാന ചെയ്കുനാലിരുന്നു ലോകം കാണുവാൻ കറാമത്തുകൾ എത്രയെത്ര അത്ഭുതങ്ങൾ എണ്ണി ചൊല്ലിടാന ചെയ്യുനായിരുന്നു ലോകം കാണുവാൻ കറാമത്തുകൾ എത്ര ബുദ്ധിമുട്ടി രോഗം പേറുന്നോനെ ചേർത്ത് വെച്ച് പുണ്യ കൈതാലോടി മാറാം വ്യാധി പോലും മാറ്റിടുന്നു മാനസം മധുവേറിടും മഹനീയമാവേദി തന്നിൽ മല്ലിക മണം വീശിടും മലർവാടിയാം ദർഗ തന്നിൽ മാനവർ മാലോകളിൽ മനഃശാന്തി തേടി വരുന്നു നിത്യം മഞ്ജുളർ മറവായിടും മഹനീയമാം വാസേദി തന്നിൽ ദൂരെ ദൂരെ നാട്ടിൽ നിന്നു എത്തിടുന്നു ലക്ഷങ്ങളും പുണ്യത്ത് ചെയ്തിടുവാൻ ആശ വെച്ച് ദൂരെ ദൂരെ നാട്ടിൽ നിന്നും എത്തിടുന്നു ലക്ഷങ്ങൾ പുണ്യദർഗ സിയാറത്ത് ചെയ്തിടുവാൻ ആശ വെച്ച് മാനസത്തിൽ മഞ്ചലേറി പാടിടുന്നു ചെയ്തുപേരും ആത്മശാന്തി നേടിടുന്നു ആശ്രിതരം പാവങ്ങളും മാനസം മധുവേറിടും മടവൂര് തീയം ദർഗ തന്നെ മല്ലിക മണം വീശിടും മലർവാടിയാം ദർഗ തന്നെ മാനവ മാനോകളിൽ മനഃശാന്തി തേടി വരുന്നു നിത്യം മഞ്ജുള മറവായിടും മഹനീയമാം വാസേദി തന്നെ മാനസം മധുവേറിടും മടവൂര് തീയം ദർഗ തന്നെ മല്ലിക മണം വീശിടും മലർവാടിയാം ദർഗ തന്നെ മാനവർ മാനോകളിൽ മനഃശാന്തി തേടി വരുന്നു നിത്യം മഞ്ജുളർ മറവായിടും മഹനീയമാം വാസേദി തന്നിൽ